തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. വചനാമൃതം 1-ാം വോള്യം 5-ാം ഭാഗത്തിലുള്ള ശ്രീരാമകൃഷ്ണദേവൻ്റെ നൗകാവിഹാരം അതായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ തുടങ്ങിയത്. അതായത് കേശവചന്ദ്രസേനും വിജയകൃഷ്ണ ഗോസ്വാമിയും മറ്റ് ബ്രഹ്മസമാജം അംഗങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഭഗവാനെയും കൊണ്ട് ഒരു സ്റ്റീം ബോട്ടിൽ കൽക്കട്ടയിലേക്ക് ഗംഗാ നദിയിലൂടെ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അധ്യായം, അതായത് നൗകാവിഹാരം എന്ന് പറയുന്ന ഒരു അധ്യായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഭാഗം ഗൃഹസ്ഥരായ നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നത് വളരെ നന്നായിരിക്കും. കാര്യം അത്രമേൽ തത്വങ്ങളാണ് ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഇതിൽ നിന്ന് ലഭിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു അധ്യായം അല്ലെങ്കിൽ ആ ഒരു ഭാഗം, ഈ നൗകാവിഹാരം ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ഭാഗം മാത്രം നമ്മൾ എത്രത്തോളം മനനം ചെയ്യുന്നുവോ അത്രത്തോളം നമുക്കതിൻ്റെ ഉൾക്കാഴ്ച ഉണ്ടാവുകയും നമുക്കത് ഏറ്റവും കൂടുതൽ ഫലപ്രദമാവുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായും ഭഗവാൻ ഈ നൗകാവിഹാരത്തിൽ പ്രധാനമായിട്ട് ഭഗവാൻ ലക്ഷ്യമാക്കുന്നത് പരസ്പരം നമുക്കുള്ള വിദ്വേഷങ്ങൾ, നമ്മൾ ഈ മനുഷ്യർ അല്ലെങ്കിൽ ഈ ലോകത്ത് ഉള്ള മനുഷ്യർ തമ്മിലുള്ള വിദ്വേഷങ്ങൾ, പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് വിധേയരായി നമ്മുടെ അടങ്ങാത്ത താല്പര്യങ്ങൾ. ഇന്ദ്രിയങ്ങൾ നമ്മെ എത്രമാത്രം കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ആ കീഴ്പ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്ന അടങ്ങാത്ത താല്പര്യങ്ങൾ, ഇതിലൊന്നും ഒരർത്ഥവുമില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ നൗകാവിഹാരം എന്ന് പറയുന്ന ആ ഒരു ഭാഗം. ഈ ഭഗവത്ഗീതയിൽ ഇത് യഥാർത്ഥത്തിൽ ആ ഗീതയുടെ മുഴുവൻ സത്ത പിഴിഞ്ഞെടുത്ത പോലുള്ള ഒരു അധ്യായം കൂടിയാണ്. ഭഗവത്ഗീതയിൽ നിന്ന് ഭക്തിയോഗത്തെയും ജ്ഞാനയോഗത്തെയും ഈ രണ്ടിനെയും കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഭഗവാൻ ഈ നൗകായാത്രയിൽ ഉടനീളം സംസാരിക്കുന്നത്. ഭഗവാന്റെ വാക്കുകൾ മുഴുവനും ഒന്നുകിൽ ഭക്തിയോഗത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിൻ്റെ ഭാഗം. ഈ രണ്ടും ഗീതയിൽ ശ്രീകൃഷ്ണൻ എങ്ങനെയാണോ അർജുനന് ഉപദേശിച്ചത് ആ ഭാഗങ്ങൾ മുഴുവനും കാച്ചിക്കുറുക്കിയ പോലെയാണ്. ഈ രണ്ട് യോഗങ്ങളുടെയും കാച്ചിക്കുറുക്കിയ പോലെ. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഭഗവത്ഗീതയിലെ 5-ാം അധ്യായവും 12-ാം അധ്യായവും, ഇത് രണ്ടുമാണ് ഭക്തിയോഗവും ജ്ഞാനയോഗവും വരുന്നത്. 5-ാം അധ്യായത്തിൽ ജ്ഞാനയോഗവും 12-ാം അധ്യായത്തിൽ ഭക്തിയോഗവുമാണ് വരുന്നത്. ഈ രണ്ട് അധ്യായങ്ങൾ എത്രമാത്രമാണ് ഇതിനകത്ത് ഭഗവാൻ ഇതിൻ്റെ സാരാംശത്തെ എത്രമാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ള അത്ഭുതകരമാണത്. ആ ഒരു അധ്യായം പ്രത്യേകിച്ച് അത്ഭുതകരമെന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കേണ്ടത് മാസ്റ്റർ മഹാശയൻ എത്ര മികവോടുകൂടിയാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മാസ്റ്റർ മഹാശയൻ ഗീതയിൽ നിന്ന് ഈ ഭക്തിയോഗത്തിൻ്റെയും ജ്ഞാനയോഗത്തിൻ്റെയും ഭാഗമായ ശ്ലോകങ്ങൾ ഇതിലൊരു വഴികാട്ടിയായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്.
ഈ ഒരു അധ്യായത്തിൻ്റെ വിവിധ ഓരോ അധ്യായം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഭക്തിയോഗവും ജ്ഞാനയോഗവും പരാമർശിക്കുന്ന ഭഗവാന്റെ ആ അരുൾമൊഴികൾ ഗീതയിൽ നിന്നുള്ള ഭാഗം ഇതിനകത്ത് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ഭാഗം മുഴുവനും അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഗീതയിൽ എന്താണോ ഇതിൽ പറയുന്നത് അത് തന്നെയാണ് ഭഗവാൻ പിന്നീട് വളരെ ലളിതമായിട്ട് അത് നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ സഞ്ചരിക്കുന്ന നൗക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളത് എന്തോ കേട്ടില്ല. കൈ തട്ടിയതായിരിക്കും. ഓക്കെ. ഇല്ല. ഓക്കെ. അപ്പം ഈ നൗക, അതായത് ദക്ഷിണേശ്വരത്തു നിന്ന് പുറപ്പെട്ട് കൽക്കട്ട വരെ സഞ്ചരിക്കുന്ന, ഗംഗയിലൂടെ സഞ്ചരിക്കുന്ന ഈ സ്റ്റീം ബോട്ട്, ഇത് യഥാർത്ഥത്തിൽ നമ്മളിതിനെ കാണേണ്ടത് ഇതൊരു നൗകായാത്രയായിട്ടല്ല. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ലോകത്തിൻ്റെ ഒരു ചെറു രൂപമാണ് അതിൽ സഞ്ചരിക്കുന്നത്. ഒരു ലോകമാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു ചെറിയ രൂപഘടനയാണ്, അല്ലെങ്കിൽ ഇതിലുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ നൗക, ഇതിൻ്റെ സഞ്ചാരപഥം. അതിൽ മാസ്റ്റർ മഹാശയൻ അത് വിവരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ആ നൗകായാത്രയുടെ വിശേഷങ്ങൾ വിവരിക്കുന്നതിൽ നിന്നും കൂടെ ചേർത്ത് വേണം ആലങ്കാരികമായിട്ട് നമ്മളത് മനസ്സിലാക്കാൻ. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം നൗകയിൽ ആ യാത്ര, അതായത് ഒന്ന് നൗകയിലേക്ക് ഭഗവാൻ പ്രവേശിക്കുമ്പോഴുണ്ടാകുന്നു. ഭഗവാൻ നൗകയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നൗകയിലാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഗീതയുടെ 2 അധ്യായങ്ങൾ പരാമർശിക്കുന്ന പോലുള്ള, അതായത് പരസ്പരം നമുക്കുള്ള വിദ്വേഷങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു സമൂഹം, പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് വിധേയരായി അടങ്ങാത്ത താല്പര്യങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം, അങ്ങനെ നിരവധി തരത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് ആ നൗക. അത് ലോകത്തിൻ്റെ ശരിയായ മാതൃകയാണത്. ഈ ലോകത്തിൻ്റെ തന്നെ മാതൃക. ആ മാതൃകയാകുന്ന ആ നൗകയിലേക്കാണ് ഭഗവാൻ പ്രവേശിക്കുന്നത്. ഭഗവാൻ പ്രവേശിക്കുന്നതോടുകൂടി തന്നെ ഭഗവാൻ സമാധ്യാവസ്ഥയിലേക്ക് മാറുകയാണ്. ഈ നൗകയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തന്നെ ഭഗവാൻ ആ ഒരു സമാധ്യാവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ അതാണ് ഈ ലോകത്ത് ഭഗവാൻ എങ്ങനെയാണോ ഈ അവതാരം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു അവതാരം സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ എല്ലാം ഒരു ചെറിയ മാതൃകാ രൂപത്തിലൂടെയാണ് നമ്മൾ ഈ നൗകാവിഹാരത്തിൻ്റെ അധ്യായത്തിലൂടെ മാസ്റ്റർ മഹാശയൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അത് കൂടുതൽ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ സഞ്ചരിക്കുന്നവരെല്ലാം ഈ ലോകത്തിൻ്റെ ഒരു പകർപ്പുമാണ്. രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്, അധികാരമുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലും ചേർന്നവരാണ് ഇതിനകത്ത് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ അവരുടെ മധ്യത്തിൽ, ഈ പറയുന്ന ഈ ഒരു ലോകക്രമത്തിൻ്റെ മധ്യത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. അങ്ങനെ വേണം നമ്മളതിനെ കാണാൻ. അതുപോലെ മാസ്റ്റർ മഹാശയൻ പറഞ്ഞതാണ്, ഇതിൻ്റെ ആ സഞ്ചാരം തുടങ്ങുമ്പോൾ, ഗംഗയിലൂടെ അത് സഞ്ചരിച്ച് തുടങ്ങുമ്പോഴേക്കും ആ പ്രൊപ്പല്ലറിൻ്റെയൊക്കെ ശബ്ദവും മറ്റും ഇങ്ങനെ അതിശക്തമായിട്ട് ആ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ തിരമാലകൾ ഇങ്ങനെ ആ നൗക പോകുന്നതിൻ്റെ, അതിൻ്റെ ആ ഫാൻ കറങ്ങുന്നതിൻ്റെ ശക്തി അനുസരിച്ച് തിരമാലകൾ ഉയരുന്നു. അപ്പോൾ ഇത് ആ ലോകക്രമത്തെ ഇങ്ങനെ എങ്ങനെയാണോ ആ ലോകക്രമം അതിൻ്റെ ഒരു എന്താ പറയുക, അതിനെ ഒരു രൂപഘടനയായിട്ട് ഇതിൽ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കാണ് ഭഗവാൻ, ഇത്തരം ചുറ്റുപാടുകളിലാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്, ഈ നൗകയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ആളുകളെല്ലാം കൂടിയിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ആ സംഭാഷണം ആരംഭിക്കുന്നതോടുകൂടി പെട്ടെന്ന് തന്നെ അതിന് മാസ്റ്റർ മഹാശയൻ അതിനകത്ത് ഉദാഹരണം, അല്ലെങ്കിൽ അതിനൊരു ആലങ്കാരികമായി ഇത് ചെയ്തിരിക്കുന്നത്, വണ്ടുകൾ മുഴുവൻ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയും അത് പൂവിൽ അമർന്ന് തേൻ നുകർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിശബ്ദരായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ചുറ്റുപാടുമുള്ള ബഹളങ്ങളെല്ലാം കേൾക്കാൻ വയ്യാത്ത വിധം, അതെല്ലാം കണ്ണുകളിൽ വന്ന് പതിയാത്ത വിധം, അതിലൊന്നും ശ്രദ്ധ പോകാത്ത വിധം ഭഗവത് വാണി അങ്ങനെ ശ്രവിക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ പെട്ടെന്ന് മറ്റൊന്നും കേൾക്കാത്ത പോലെ ആ ഇരിക്കുന്നവരെല്ലാം മറ്റെല്ലാം മറന്ന് ഇത് ശ്രദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സാഹചര്യത്തെ മാസ്റ്റർ മഹാശയൻ വർണ്ണിച്ചിരിക്കുന്നത്. പിന്നെ
ഇത് മാഷ്ടമഹാശയൻ്റെ രചന എന്ന് പറയുമ്പോൾ നമുക്കതറിയാം, ഇത് ഭഗവാന്റെ നിർദ്ദേശമാണ് ഇതിനകത്ത്. അതിൻ്റെ ഒരു ആ ഭഗവാൻ എന്താണോ ഈ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു നേർചിത്രമാണ് മാഷ്ടമഹാശയൻ ഈ ഭാഗത്ത് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. പിന്നെ സർവ ത്യാഗിയും ഭഗവത് പ്രേമപൂർണനുമായ ഒരു തപസ്വിയെ വിസ്മീതരായി അവർ കാണുന്നു എന്നാണ് ഇതിനകത്ത് മാഷ്ടമഹാശയൻ എഴുതിയിരിക്കുന്ന ആലങ്കാരികമായ ഭാഷ. ഒരു തപസ്വിയായ ഒരാളെ എങ്ങനെയാണോ അവർ വിസ്മീതരായി കാണുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ സംഭാഷണം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് മാസ്റ്റർ വിഹാരം എന്ന ഭാഗത്തിൽ 3-ാം അധ്യായത്തിൽ ആ നൗകാവിഹാരം എന്ന ഭാഗത്തെ 3-ാം അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ മാഷ്ടമഹാശയൻ കുറിച്ചിരിക്കുന്നത് ജ്ഞാനയോഗം ഗീതയുടെ 5-ാം അധ്യായത്തിൻ്റെ 5-ാം ശ്ലോകമാണ്. ഈ ഭഗവാന്റെ സംഭാഷണം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഭഗവാന്റെ സംഭാഷണത്തിന് തൊട്ട് മുമ്പായിട്ട് അധ്യായത്തിൻ്റെ ഒരു ആമുഖമായിട്ട് മാഷ്ടമഹാശയൻ കുറിച്ചു വച്ചിരിക്കുന്നതും ജ്ഞാനയോഗത്തിൽ നിന്നുള്ള ഗീതയുടെ 5-ാം അധ്യായത്തിലെ 5-ാം ശ്ലോകമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്: യത് സാഖ്യൈ പ്രാപ്യത്തെ സ്ഥാനം തത് യോഗൈരഭിഗമ്യത്തെ ഏകം സാഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. ഇതാണ് വചനാമൃതത്തിൽ കുറിച്ചിരിക്കുന്ന ഭാഗമാണിത്. അപ്പോൾ അവിടെ അത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ യത് സാഖ്യൈ, അതായത് ഏത് കർമ്മസന്യാസിയും, യത് സാഖ്യൈ എന്ന് പറയുന്നത് ഏത് കർമ്മസന്യാസിയും, യോഗൈ അപി യോഗികളും, തത് ഗമ്യതേ അവിടെ പ്രാപിക്കപ്പെടുന്നു. എവിടെ പ്രാപിക്കുന്നു? സാമാന്യ തത്വം അവർ ഈ രണ്ടുപേരും, അതായത് കർമ്മസന്യാസിയും യോഗികളും ഈ രണ്ടു കൂട്ടരും എത്തപ്പെടുന്ന സ്ഥാനം ഒന്ന് തന്നെ എന്നാണ് ആ ഗീതാശ്ലോകം അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് 3 വിധത്തിലുള്ളവരാണ് ഈ ലോകത്തിൽ എന്നാണ് പറയുന്നത്. അതാണ് ഈ നൗകാവിഹാരം നമ്മുടെ ഈ ലോകത്തിൻ്റെ ഒരു മാതൃക എന്ന് പറയാനുള്ള ഒരു കാരണം ഇതാണ്. ഈ നൗകയിലുള്ളവർ എന്ന് പറയുന്ന 3 വിധത്തിലുള്ളവരാണ് ഈ ലോകത്തിലുള്ളത്. നൗക എന്ന് നമ്മൾ ഈ ലോകകർമ്മത്തെയാണ് കാണേണ്ടത്, നൗകയായിട്ടല്ല കാണേണ്ടത്. ഈ 3 വിധത്തിലുള്ളവരാണ് ആകെ ഉള്ളത് എന്ന് പറയുന്നു. അതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മെപ്പോലെ, ഈ ഗൃഹസ്ഥാശ്രമികളായ നമ്മെപ്പോലുള്ള ലൗകികരാണ്. അതിലാണ് ഒരു വിഭാഗം. ഈ ലൗകികരായ നമ്മെപ്പോലുള്ളവരുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ രാഗദ്വേഷങ്ങൾക്കനുസരണമായിട്ടാണ് കർമ്മം ചെയ്യുന്നത്. നമ്മളും കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ കർമ്മം ചെയ്യുന്നത് രാഗദ്വേഷങ്ങൾക്ക്, അതായത് ഇന്ദ്രിയങ്ങൾക്ക് വശംവദരായി രാഗദ്വേഷങ്ങൾക്ക് അനുസരണമായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ഇനി മറ്റൊരു വിഭാഗമുള്ളത് രാഗദ്വേഷങ്ങളെ മാറ്റി നിർത്തിയിട്ട് കർമ്മം ചെയ്യും. അവരാണ് കർമ്മയോഗികൾ എന്ന് പറയുന്നത്. ഇനി 3-മതൊരു വിഭാഗം കർമ്മസന്യാസി എന്നാണ് 3-മത്തെ വിഭാഗം. ഇവർക്ക് രാഗദ്വേഷത്തെക്കുറിച്ച് ഒരറിവുമില്ല. അവരെ സംബന്ധിച്ച് ഇതിങ്ങനെ ഒരു കാര്യമേ അറിയില്ല. അതുകൊണ്ട് കർമ്മത്തിൽ തന്നെ ഇവർ വിമുഖരാണ്. ഇവർക്ക് രാഗദ്വേഷത്തെക്കുറിച്ചും അറിയില്ല, അതുകൊണ്ട് തന്നെ കർമ്മത്തിൽ നിന്ന് ഇവർ വിമുഖരുമാണ്. അതാണ് കർമ്മസന്യാസികളായിട്ട്. അപ്പം ഇങ്ങനെയുള്ള കർമ്മയോഗികൾ, കർമ്മസന്യാസികൾ, പിന്നെ ലൗകികരായിട്ടുള്ളവർ, ഈ 3 തരത്തിലുള്ളവരാണ്. പക്ഷെ അവർ എന്താണ് സംഭവിക്കുന്നത്? ഇവർ എല്ലാവരും എത്തപ്പെടുന്നത് ഒരേ സ്ഥലത്ത് തന്നെ എന്നാണ് ആ ഗീതാശ്ലോകം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നത് സാഖ്യം ച യോഗം ച, സാഖ്യത്തെയും യോഗത്തെയും, അതായത് കർമ്മയോഗിക്കും കർമ്മസന്യാസിക്കും ഒരേ ഫലമാണ്. അതായത് എന്താണ് ആ ഫലം? യ പശ്യതി, അവർ കാണുന്നുവോ, സ പശ്യതി, അവൻ യഥാർത്ഥത്തെ കാണുന്നു, യാഥാർത്ഥ്യത്തെ കാണുന്നു. ഇവരെല്ലാം ഏത് തരത്തിൽ കർമ്മം ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല. ഇവർ ഏത് തരത്തിലാണ് കർമ്മം ചെയ്യുന്നു എന്നുള്ളത് ഭഗവാൻ നോക്കുന്നില്ല. പക്ഷേ ഇവരുടെ കർമ്മഫലമായി ഇവർ എത്തിച്ചേരേണ്ടത് ഒരു സ്ഥലത്തേക്കാണ്. ഇതാണ് ആ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന ഗീതാശ്ലോകം അർത്ഥമാക്കുന്നത്.
എന്നാൽ ശ്രീരാമകൃഷ്ണൻ ഈ പറഞ്ഞ ഭാഗം, ഇത് ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തെ അതേ അധ്യായത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ വളരെ ലളിതമായിട്ടങ്ങ് പറഞ്ഞു. അതാണ് ഈ രണ്ടിൻ്റെയും ആ വ്യത്യാസം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണോ ആ ഘട്ടത്തിൽ ഭഗവാൻ അവതരിപ്പിക്കുന്ന ആ തത്വം എന്താണ്, അത് ഗീതാ തത്വം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കർമ്മസന്യാസി അല്ലെങ്കിൽ പിന്നെ കർമ്മയോഗി, ലൗകികർ എന്ന രീതിയിലുള്ള കുറേ കൂടെ ഗഹനമായ ഒരു അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ എത്ര ഗംഭീരമായിട്ട് ലളിതമായിട്ടാണ് ഇത് പറഞ്ഞു കൊടുത്തത്. ഈ നൗകയിലിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ എത്ര ലളിതമായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു ജമീന്ദാർ, ഭൂസ്വത്തുള്ള ആൾ, ജമീന്ദാർ, അദ്ദേഹത്തിന് നിരവധി മുറികളുള്ള ഒരു വലിയ വീട്, അങ്ങനെ ഒരു വീടുണ്ടെന്ന് കരുതുക. ഈ മുറികളിലെല്ലായിടത്തും അദ്ദേഹത്തിന് താമസിക്കാം, കാരണം അത് അദ്ദേഹത്തിൻ്റെയാണ് വീട്. ആ വിപുലമായ വീടിൻ്റെ എത്രയോ മുറികളുണ്ടോ ആ വലിയ രമ്യഹർമ്മ്യത്തിൽ ആ ജമീന്ദാർക്ക് ഏത് മുറിയിലും യഥേഷ്ടം സഞ്ചരിക്കാനും ഇരിക്കാനും കിടക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആരും ചോദ്യം ചെയ്യില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇരിപ്പുമുറി എന്നുള്ളൊരു മുറിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം ആ വീട്ടിൽ അവിടെ ചെന്നാൽ ആ ഇരിപ്പ് മുറിയിൽ, അതാണ് തത് ഗമ്യതേ, ആ മുറിയിൽ ചെന്നാൽ മാത്രമേ അദ്ദേഹത്തെ കാണാൻ പറ്റൂ എന്ന് എല്ലാവരും പറയും. അതാണ് ആ തത് ഗമ്യതേ എന്ന് ഗീതാശ്ലോകം പറയുന്നത്. ആ വീടുമായി ബന്ധപ്പെട്ടവരെല്ലാം പറയുന്നത് അദ്ദേഹത്തെ കാണണമെങ്കിൽ ആ ഇരിപ്പ് മുറിയിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ശരീരത്തെയാണ് ഭഗവാൻ ഈ ജമീന്ദാരുടെ വലിയ മന്ദിരമായിട്ട് നമ്മുടെ ശരീരത്തെയാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ ശരീരത്തിൽ എല്ലായിടത്തും ഈശ്വര സാന്നിധ്യമാണ്. പക്ഷേ ഈശ്വരൻ്റെ ഇരിപ്പുമുറി എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിന് നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ആ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ അത് ഹൃദയമാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഈ വീട്ടുടമയെ സാധാരണ ഭക്തന്മാർ, അതിൽ ഭഗവാൻ എന്ന് പറയും ജ്ഞാനികൾ, സാധാരണ ഭക്തന്മാർ ഈ വീട്ടുടമയെ പറയുന്ന പേര് ഭഗവാൻ എന്നാണ്. അതേസമയം ജ്ഞാനികൾ പറയുമ്പോൾ ഇത് ബ്രഹ്മമാണെന്ന് പറയും, യോഗികൾ പറയുമ്പോൾ ഇത് ആത്മാവാണെന്ന് പറയും. പക്ഷേ എല്ലാം ഒരാളാണ്. ഏകം യ പശ്യതി സ പശ്യതി, എല്ലാവരും ഒന്ന് തന്നെയാണ്. അപ്പം ഇത്രയും വളരെ ലളിതമായിട്ടാണ് ഒരു ജമീന്ദാരുടെ കൊട്ടാരത്തെ അല്ലെങ്കിൽ വീടിനെ ഒരു ഉപമിച്ചുകൊണ്ടാണ് ഈ ഗീതാർത്ഥം ഭഗവാൻ വളരെ കൃത്യമായിട്ട് ഈ നൗകയിലുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇത് പറഞ്ഞു തുടങ്ങുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ, അതായത് അവർക്ക് തുടക്കത്തിൽ ഇവരെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് ഭഗവാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് വളരെ വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഭഗവാൻ വന്ന് ഇത്ര വളരെ ലളിതമായിട്ട് ഭഗവാൻ ഈ ഒരു ഉദാഹരണത്തോട്, ജമീന്ദാരുടെ ഉദാഹരണത്തോടുകൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പിക്ചറൈസേഷനോടുകൂടി പറഞ്ഞത്. പക്ഷെ മാസ്റ്റർ മഹാശയൻ അത് രചിച്ചപ്പോൾ, ഈ ഒരു അവസ്ഥയെ രചിച്ചപ്പോൾ അതിൻ്റെ തലക്കെട്ടിലായിട്ട് അല്ലെങ്കിൽ ആ തുടക്കത്തിലായിട്ട് ഭഗവാൻ ഉദ്ദേശിച്ച ഈ ഗീതാർത്ഥത്തെ നമുക്ക് വേണ്ടി ഇവിടെ ചേർത്താണ് മാസ്റ്റർ മഹാശയൻ അത് നമ്മളോട് പറഞ്ഞത്. കാര്യം നമുക്കത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് കേട്ടതോടുകൂടി ഈ നൗകയിലുണ്ടായിരുന്നവരെല്ലാവർക്കും ആനന്ദത്തിൽ മുഴുകിയെന്നാണ് പറയുന്നത്. കാര്യം ഈ ഒരു വിശദീകരണം ആദ്യമായി ഭഗവാനിൽ നിന്ന് കേട്ടതോടുകൂടി ഈ നൗകയിലുണ്ടായിരുന്നവരെല്ലാം ആനന്ദത്തിൽ മുഴുകി എന്നാണ് മാസ്റ്റർ മഹാശയൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കിനി അടുത്തതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ടടുത്തിനി കാണാൻ പോകുന്നത് ഭഗവാൻ എന്താണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഉദ്ദേശം എന്താണ്? ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ ഈ യാത്രയിലാണ് ബ്രഹ്മഭക്തന്മാരുടെ വിശ്വാസ പ്രമാണങ്ങളെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത്. ഈ യാത്രയിലാണ്. അത് കേശവചന്ദ്രസേനു വേണ്ടിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേശവചന്ദ്രസേനു വേണ്ടിയാണ് ഈ നൗകാവിഹാരത്തിൻ്റെ ആ സന്ദർഭത്തിൽ ഈ ബ്രഹ്മഭക്തന്മാരുടെ വിശ്വാസ പ്രമാണങ്ങളെ മാറ്റിമറിക്കാൻ ശ്രമിക്കുക. എന്താണ് കേശവചന്ദ്രസേനു വേണ്ടി ഇത് ചെയ്യുന്നത്? കേശവചന്ദ്രസേനൻ ഈ സന്ദർഭത്തിൽ അവരുടെ ആ ബ്രഹ്മ സമാജത്തിൻ്റെ വിഭാഗങ്ങളിൽ ഒരു വിഭാഗം, വിജയ് ഗോസ്വാമി ഉൾപ്പെടെയുള്ളവർ മാറി അവർ സാധാരണ ബ്രഹ്മസമാജം
എന്ന് പറഞ്ഞ് വേറൊരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ രണ്ട് വിഭാഗങ്ങളായി വിഘടിച്ചു പോയ രണ്ട് കൂട്ടരെയാണ് ഭഗവാൻ ഈ ഒരു നൗകയിൽ ഒന്നിച്ചിരുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ആ സന്ദർഭം വന്നു ചേർന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ വിഘടിച്ചു പോയ ഈ രണ്ടു പേർ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതിൻ്റെ പറഞ്ഞു വരുന്ന ഭാഗത്ത് ആകുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. ഇത് സത്യത്തിൽ കേശവചന്ദ്രസേനന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് വാദിക്കുന്നത് തന്നെ. കാരണം മറ്റ് വിഭാഗക്കാരുടെ വാദഗതികൾ ശരിയല്ല എന്ന് മട്ടിൽ അവരെ തിരുത്തുക എന്നുള്ളതാണ്. എന്തിനാണ് അവരെ തിരുത്തുന്നത് വെച്ചാൽ, കേശവചന്ദ്രസേനോട് പ്രത്യേക താല്പര്യവും വിജയകൃഷ്ണ ഗോസ്വാമിയോട് വേറൊരു താല്പര്യക്കുറവും അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരോടും ഭഗവാനുള്ള താല്പര്യം ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത്, കേശവചന്ദ്രസേനന് ഭഗവാനെ മനസ്സിലായി, വിജയകൃഷ്ണ ഗോസ്വാമി അത്രമാത്രം മനസ്സിലാക്കിയിട്ടുമില്ല. അപ്പം ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന ഭാഗമെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് മനസ്സിലായ കേശവചന്ദ്രസേനെ വെച്ചുകൊണ്ട് മനസ്സിലാകാതെ പോയ വിജയകൃഷ്ണ ഗോസ്വാമിയുടെ കൂടെയുള്ളവരെ കൂടെ ചേർത്ത് നിർത്തുന്നതിനാണ് ഈ നൗകാവിഹാരത്തിൽ ഭഗവാൻ കൂടുതൽ ശ്രദ്ധ കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് കേശവചന്ദ്രസേനിൽ നിന്ന് ചോദ്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഈ നൗകാവിഹാരത്തിൽ കേശവചന്ദ്രസേൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നില്ല. അത് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. അതേസമയം ബ്രഹ്മസമാജത്തിലെ ചിലർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്, മറ്റു ചില ഭക്തന്മാർ. അപ്പോൾ അതേസമയം മറ്റുള്ള ബ്രഹ്മസമാജ അംഗങ്ങൾക്ക് ബോധമുണ്ടാകാൻ വേണ്ടി ഭഗവാനെ കൊണ്ട് തന്നെ പറയിക്കണമെന്ന് കേശവനൊരു നിശ്ചയമുണ്ട്. ഈ യാത്രക്കിടയിൽ കേശവൻ്റെ ഉള്ളിലൊരു നിശ്ചയമുണ്ട്. എന്താണത്? ഭഗവാനെക്കൊണ്ട് തന്നെ താൻ എങ്ങനെയാണോ ഭഗവാനെ കണ്ടെത്തിയത്, എങ്ങനെയാണോ താൻ ഭഗവാനെ മനസ്സിലാക്കിയത്, എന്താണോ ഭഗവാനിൽ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ടത്, ഇത് ബ്രഹ്മസമാജത്തിൻ്റെ മറ്റംഗങ്ങൾക്കൂടെ ബോധ്യമാകണമെങ്കിൽ ഇത് ഭഗവാനിൽ നിന്ന് തന്നെ വരണം. അതിനാണ് കേശവചന്ദ്രസേനൻ്റെ ശ്രമം. അപ്പോൾ അതുകൊണ്ടാണ് കേശവചന്ദ്രസേനനെ ഒരു ചോദ്യമല്ല, ഒരു സംശയമായിട്ടാണ് ഉന്നയിക്കുന്നത്. കാളി ഏതെല്ലാം വിധത്തിൽ ലീലയാടുന്നു എന്ന് പറഞ്ഞു തന്നാലും എന്നാണ് പറയുന്നത്. ഇപ്പം കാളിമാതാവിനെക്കുറിച്ച് ആണ് കേശവചന്ദ്രസേനൻ ഇവിടെ ചോദിക്കുന്നത്. അതിൻ്റെ രസം എന്തെന്ന് വെച്ചാൽ, ബ്രഹ്മസമാജ അംഗങ്ങളെല്ലാം കൂടി ഇരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഈ വിഗ്രഹാരാധന ഇല്ലാത്ത വിഭാഗമാണ്. ഇപ്പം വിഗ്രഹാരാധന ഇല്ലാത്ത വിഭാഗത്തെ മുഴുവൻ കൂടെ ഇരുത്തിയിട്ട് അവർക്കൊക്കെ അവരുടെ എല്ലാം നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴുമുള്ള കേശവചന്ദ്രസേനൻ ഭഗവാനോട് പറയുന്നു, കാളി ഏതെല്ലാം വിധത്തിൽ ലീലയാടുന്നു എന്ന് ഒന്ന് പറഞ്ഞു തന്നാലും. അപ്പം അത് പറയുമ്പോഴാണ് ബ്രഹ്മസമാജ അംഗങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അത് കേൾക്കുമ്പോഴാണ്. പക്ഷെ അവരത് കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട് ഭഗവാൻ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടാണ് കേശവൻ ചോദിച്ചത്. ഇത് ചിരിച്ചുകൊണ്ട് ചോദിക്കാവുന്നൊരു ചോദ്യമല്ല എന്ന് നമുക്കറിയാം. ചിരിച്ചുകൊണ്ടത് ബ്രാക്കറ്റിൽ മാഷമഹാശയൻ എഴുതിയിട്ടുണ്ട്. ഈ മാഷമഹാശയൻ ഈ ഇതിൽ ഉടനീളം ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ബ്രാക്കറ്റ് ഇട്ട് എഴുതിയിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് ഇട്ട് എഴുതിയത് മുഴുവനും സുദീർഘമായ ഒരു അർത്ഥതലം വെച്ചുകൊണ്ടാണ് ആ ബ്രാക്കറ്റ്. ഇവിടെ കാളി ഏതെല്ലാം വിധത്തിൽ ലീലയാടുന്നു എന്ന് ചോദിക്കുന്നത് ചിരിക്കേണ്ട കാര്യമൊന്നുമല്ല. അപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് വരുമ്പോഴോ അവിടെയും ബ്രാക്കറ്റ് ഇട്ട്, ഭഗവാന്റെ കാര്യത്തിലും മാഷമഹാശയൻ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ചിരിച്ചുകൊണ്ട് ഭഗവാൻ മറുപടി പറയുന്നു. ഇതിലെന്താണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കാനും ചിരിച്ചുകൊണ്ട് പറയാനും? അപ്പം അതിൻ്റെ കാര്യം, ഈ ചിരിയുടെ അർത്ഥം മറ്റൊന്നാണ്. കേശവചന്ദ്രസേനൻ എന്താണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞതെന്നും ഭഗവാൻ അത് എന്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് കേട്ടുവെന്നും ഭഗവാൻ പിന്നീട് ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു. ഈ ചിരിക്കുള്ളിൽ ഇവർ പരസ്പരം നൽകുന്ന ആ ചിരി, കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ ആ കാര്യം. ഈ ബ്രഹ്മസമാജ അംഗങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഇവർ പരസ്പരം ഒത്തുചേർന്നുകൊണ്ട് ഇവർ അവതരിപ്പിക്കുന്ന ഒരു ലീലയാണത്. ഭഗവാന്റെ ലീല തന്നെയാണ് ഈ കാണുന്നത്. ഈ ചിരിക്ക് അതാണ് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ കേശവൻ ഉദ്ദേശിക്കുന്നതും അത് മനസ്സിലായി എന്ന ഭാവത്തിലാണ് ഭഗവാൻ ചിരിക്കുന്നത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്തിനാണ് കേശവൻ ഈ ചോദ്യം ചോദിച്ചതെന്നും ഭഗവാന് മനസ്സിലായി. അതനുസരിച്ചാണ് ഭഗവാന്റെ ഉത്തരങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ ബ്രഹ്മസമാജക്കാർ പിന്തുടരുന്നത്, അതായത് ആ സന്ദർഭത്തിൽ, ഈ നൗകായാത്രയുടെ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഈ ബ്രഹ്മസമാജക്കാർ പിന്തുടരുന്നത് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ആരാധനാക്രമമാണ്. അതാണ് ആ ബ്രഹ്മസമാജത്തിൻ്റെ ഒരു പ്രശ്നം അവിടെയാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് അവരുടെ ഒരു ആരാധനാക്രമവും അവരുടെ ആ ഒരു സംസ്കൃതിയെല്ലാം ഒരു ഭാരതീയ സങ്കല്പത്തിലുള്ളതല്ല ശരിക്കും. അതൊരു ബിബ്ലിക്കൽ തീം അനുസരിച്ചാണ് അവർ ചെയ്യുന്നതെല്ലാം. അതായിരുന്നു അവരുടെ പ്രശ്നം. അപ്പോൾ ഈ ബൈബിൾ എന്ന് ഇവിടെ പറയുമ്പോൾ അന്നത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വാധീനത്തിൽ തന്നെ പെട്ടുകിടക്കുന്ന ഒരു ബംഗാൾ ജനതയുടെ മനോഭാവം കൂടിയാണത്. അങ്ങനെയും കൂടെ നമ്മൾ കണക്കാക്കണം. കാരണം ഭരിക്കുന്ന വിഭാഗത്തിൻ്റെ ഒരു വിശ്വാസ പ്രമാണം അനുസരിച്ചാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ബംഗാൾ ജനതയ്ക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ആഭിമുഖ്യം ഈ ബിബ്ലിക്കൽ തീമിനോടാണ്. അതുകൊണ്ടാണ് അത് അങ്ങോട്ട് നമ്മളിതിന് മുമ്പൊരിക്കൽ പറഞ്ഞതാണ്. മാസ്റ്റർ മഹാശയൻ പോലും ആ ഒരു സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വന്ന ആളല്ല. അതുകൊണ്ടാണ് ഇത് ഗോസ്പൽ എന്ന പേര് വന്നത് പോലും. ഗോസ്പൽ എന്നുള്ള പേര് വന്നത് പോലും ആ ബിബ്ലിക്കൽ തീമിനോടുള്ള ഒരു ആഭിമുഖ്യം മനസ്സിൽ നിന്ന് പോകാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ മറിച്ചൊരു വാക്ക് ഒരു ഭാരതീയമായ ഒരു വാക്കവിടെ വന്നില്ല. ഇപ്പം കഥാമൃതം എന്ന് പറയുമ്പോൾ അത് തികഞ്ഞ ഭാരതീയമായി മാറുകയാണ്. പക്ഷേ അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വന്നപ്പോൾ അതൊരു ബിബ്ലിക്കൽ ഒരു ടെൻസിലേക്ക് അത് മാറുകയും ചെയ്തു. ഇത് അന്നത്തെ ബംഗാളിനെ അത് സ്വാധീനിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഘടനയാണിത്. അപ്പോൾ ആ ഭാരതീയ ആധ്യാത്മിക സത്തയിലേക്ക് ഇതിനി കൊണ്ടുവരേണ്ടതുണ്ട് ഇവരെ. ഇതാണ് ആദ്യത്തെ ഉദ്ദേശം ഭഗവാന്റെ. രണ്ടാമത്, കേശവനോടാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ കേശവൻ അറിയാൻ വേണ്ടിയല്ല എന്നുള്ളത് സ്പഷ്ടം. കേശവൻ ഇതറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനായത്. കേശവൻ ഇത് നേരത്തെ അറിഞ്ഞവനായതുകൊണ്ടാണ് കേശവൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറിയത്. എന്നാൽ ഇതേ സമയം മറ്റു ബ്രഹ്മസമാജക്കാരിൽ ഭൂരിഭാഗവും കാലങ്ങളായി അവർ തുടർന്നു വന്നിരുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ ബന്ധിതരായി നിൽക്കുന്നവരാണ്. അങ്ങനെ ബന്ധിതരായവരിൽ പ്രമുഖനാണ്, അല്ലെങ്കിൽ ആ കൂട്ടത്തെ നയിക്കുന്നതിൽ പ്രധാനിയാണ് ഇതേ ബോട്ടിൽ കൂടെ സഞ്ചരിക്കുന്ന വിജയകൃഷ്ണ ഗോസ്വാമി. ഇതാണ് ഇതിനകത്തുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്. ഇനി ഇവരുടെ പിണക്കം മാറ്റണം. ഇവർ തമ്മിലുള്ളൊരു പിണക്കമുണ്ട്. അപ്പം ഇവരുടെ പിണക്കം മാറ്റിയെടുക്കുക എന്നതാണ് രണ്ടാമത്തെ ഉദ്ദേശം. അതാണ് നൗകാവിഹാരത്തിൽ വരുന്ന ഒരു രണ്ടാം ഉദ്ദേശം. അതാണ് ഇനി അടുത്ത് പറയുന്നതാണ്. അപ്പോഴാണ് ഈ യാത്രാമധ്യേ ഒരു പൊരി വിതരണം. അപ്പോൾ ഈ കുറച്ച് ദൂരം യാത്ര ചെയ്തല്ലോ. അപ്പോൾ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ ഒരു ഇടയ്ക്ക് അല്പം ഒരു വിശ്രമം പോലെയൊക്കെ ഉള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ കേശവചന്ദ്രസേനൻ ധാരാളം പൊരിയും ആ പൊരിയുടെ കൂടെ തേങ്ങ മുറിച്ച് കഷ്ണങ്ങളാക്കി, തേങ്ങാപ്പൂള് കഷ്ണമാക്കി ഇട്ടിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കത്തക്ക രീതിയിൽ അതെല്ലാം തയ്യാറാക്കിയാണ് കേശവചന്ദ്രസേനൻ ഈ നൗകയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റീം ബോട്ടുമായിട്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ പൊരി വിതരണം അങ്ങ് തുടങ്ങി. ഈ നൗകാവിഹാരത്തിനിടയിൽ, ഈ സഞ്ചാരത്തിനിടയിൽ ആ പൊരി വിതരണം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പൊരി എങ്ങനെയാണെന്ന് വെച്ചാൽ, പൊരി കൊടുത്തു കഴിയുമ്പോൾ ഈ ബ്രഹ്മസമാജ അംഗങ്ങൾ അതിന് ചുറ്റുമുള്ളവർ അവരുടെ മുണ്ടിൻ്റെ കോന്തലയിലേക്ക് ഇത് വാങ്ങി വെക്കും. എന്നിട്ട് ആ മുണ്ടിൻ്റെ കോന്തലയിൽ കെട്ടിയിട്ടാണ് അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് കഴിക്കും. നമ്മൾ ബംഗാളിൽ പോയി കണ്ടിട്ടുള്ളവർക്ക് അത് കാണാൻ പറ്റും. ബംഗാളികളുടെ ഒരു പ്രത്യേക രീതി അതാണ്. ഈ ധോത്തി ഉടുക്കുന്ന ബംഗാളികൾ അവരുടെ ആ നീണ്ടു കിടക്കുന്ന മടിക്കുത്തിൻ്റെ ആ മടക്കിയ ഭാഗത്ത് പൊരി വച്ചിട്ട് അത് ഇളിയിൽ കുത്തിവെക്കും. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പൊരി തിന്നുകൊണ്ടിരിക്കും. പൊരി അവരുടെ ഒരു ഇഷ്ടഭക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഈ കപ്പലിൻ്റെയൊക്കെ മേടിച്ച് കഴിക്കുന്ന പോലെ ആയിരിക്കാം. അപ്പോൾ ഏതായാലും ഇതാണ്. അപ്പോൾ ഇതേപോലെ മുണ്ടിൻ്റെ കോന്തലയിൽ കെട്ടി ഈ ബംഗാളികളെല്ലാം കൂടെ, അല്ലെങ്കിൽ ഈ ബ്രഹ്മസമാജ അംഗങ്ങളെല്ലാം കൂടെ അവിടെ ഭഗവാന് ചുറ്റി വരുന്നത് ഇതിങ്ങനെ കുറിക്കാനും അങ്ങനെ ആ പൊരി വിതരണം നടക്കുകയാണ് ഗംഭീരമായിട്ട്. അപ്പോൾ എന്തെല്ലാം ഒരുക്കങ്ങൾ കേശവൻ നടത്തിയിട്ടുണ്ട് എന്ന് മാസ്റ്റർക്ക് അറിയാം. കാരണം മാസ്റ്റർ ഈ ബോട്ടിൽ കൽക്കട്ടയിൽ നിന്ന് ആദ്യമേ വന്ന ആളാണ്. കാരണം കേശവചന്ദ്രസേനും ഭഗവാനും തമ്മിലുള്ള ആ സംഗമം നേരിട്ട് കണ്ട് അനുഭവിക്കുന്നതിന് വേണ്ടി, ഇവർ തമ്മിലുള്ള ആ സംവാദങ്ങൾ കേട്ട് ആദ്യമായി കേൾക്കാൻ വേണ്ടിയാണ് മാസ്റ്റർ മഹാശയൻ ബോട്ടിൽ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മാസ്റ്റർ മഹാശയൻ ഈ ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. അതാണ് മാസ്റ്റർ മഹാശയൻ ആ കാര്യങ്ങൾ അവിടെ എഴുതിയത്. എന്നിട്ട് പൊരി വിതരണം നടക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഈ സന്ദർഭത്തിൽ കേശവൻ കൊണ്ടുവന്ന പൊരി വാങ്ങിക്കഴിക്കുന്നതിനോട് വിജയകൃഷ്ണ ഗോസ്വാമിക്ക് വൈമുഖ്യമുണ്ട്. കാര്യം അവർ തമ്മിൽ
അല്പം പിണക്കത്തിലാണത്. ഇപ്പം നമ്മുടെ കേശവചന്ദ്രസേനൻ്റെ ആൾക്കാർ കൊണ്ടുവന്ന പൊരി വാങ്ങിക്കഴിക്കാൻ വിജയകൃഷ്ണ ഗോസ്വാമിക്ക് വളരെ ഒരു വിരക്തിയുണ്ട്, അതിനോടൊരു താല്പര്യക്കുറവുണ്ട്, ഒരു വിഷമം. അതുകൊണ്ട് ഈ വിജയകൃഷ്ണ ഗോസ്വാമി അത് ശ്രദ്ധിക്കാതെ മാറിപ്പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചയെ മാസ്റ്റർ വിവരിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം. ഈ കാഴ്ചയെ മാസ്റ്റർ വിവരിക്കുന്നുണ്ട്. ഇവിടെ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് മാസ്റ്റർ മുൻകൂട്ടി തന്നെ നമ്മെ, അതായത് വായനക്കാരായ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഇവിടെ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് മാസ്റ്റർ മുൻകൂട്ടി നമ്മെ ബോധ്യപ്പെടുന്നുണ്ട്. അതാണ് വചനാമൃത രചനയുടെ ഒരു വലിയ പ്രത്യേകത. കാര്യം ഇത്തരം സന്ദർഭങ്ങൾ ഇനി വരാൻ പോകുന്നത് എന്ത് എന്നുള്ളത് മാസ്റ്റർ മഹാശയൻ വളരെ വിദഗ്ധമായിട്ട് ആദ്യമേ നമ്മെ ബോധ്യപ്പെടുത്തി. ഇത് ഇങ്ങനെ നടക്കാൻ പോവുകയാണ്, ഇപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ നടക്കാൻ പോവുകയാണ് എന്ന് നമ്മളെ ആദ്യമേ അങ്ങ് ബോധ്യപ്പെടുത്താൻ തുടങ്ങും. അപ്പോൾ കാരണം ഈ സംഭവങ്ങൾ ഇപ്പം ഈ നടന്ന സംഭവം പോലും നടന്നിട്ട് 20 വർഷം കഴിഞ്ഞാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു സാഹചര്യത്തെ മറന്നു പോകരുത്. ഈ വചനാമൃതത്തിൻ്റെ ഈ ഭാഗങ്ങൾ കേൾക്കുമ്പോഴോ നമ്മൾ വായിക്കുമ്പോഴോ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗത്തുണ്ടാകണം, ഇത് 20 വർഷങ്ങൾക്ക് ശേഷം എഴുതുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ മാസ്റ്റർ മഹാശയൻ എന്താണ് അതിനകത്ത് എന്താണത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കുറെ കൂടെ പൂർണ്ണമായി നമ്മൾ ബോധ്യപ്പെടുന്നത് ആ ഒരു ഓർമ്മ നിലനിർത്തിക്കൊണ്ട് വായിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ 20 വർഷം കഴിഞ്ഞ് എഴുതുന്ന ഈ 20 വർഷം കഴിഞ്ഞ് എഴുതുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ താൻ എഴുതുന്ന ആ വചനാമൃതത്തിലുടനീളം മാസ്റ്റർ മഹാശയൻ എഴുതുന്നത് ഈ ഭൂതം, ഭാവി, വർത്തമാനം ഇവയെ തമ്മിൽ കൂട്ടിയിണക്കിക്കൊണ്ടാണ്. ഭൂതം, ഭാവി, വർത്തമാന കാലങ്ങളെ പരസ്പരം കൂട്ടിയിണക്കിക്കൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ്റെ രചനാ കൗശലം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, മാസ്റ്റർ മഹാശയൻ മുൻകൂട്ടി വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന സംഭവം ഇന്നതാണ്, ഇനി വരാൻ പോകുന്നത് ഇന്നതാണ്. അപ്പം നമ്മളിൽ ആകാംക്ഷ വളരുകയാണ്, എന്താണ് വരാൻ പോകുന്നത്. ഇവിടെ ബോട്ട് യാത്രയിൽ ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗുരുദേവൻ ഇപ്പോൾ അറിവില്ലാത്ത ആ 2 കുട്ടികളെയും കൂട്ടിയിണക്കും എന്നാണ് മാസ്റ്റർ മഹാശയൻ എഴുതിയിരിക്കുന്നത്. നമുക്ക് സംഭവം വന്നിട്ടില്ല. അപ്പം അതിന് മുമ്പേ തന്നെ മാസ്റ്റർ മഹാശയൻ ആ വരി നമുക്ക് വേണ്ടി എന്തെഴുതി? ഗുരുദേവൻ ഇപ്പോൾ അറിവില്ലാത്ത 2 കുട്ടികൾ, അതായത് കേശവനെയും വിജയകൃഷ്ണ ഗോസ്വാമിയെയും, ഈ 2 കുട്ടികളെയും കൂട്ടിയിണക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ ഇങ്ങനെ കൂട്ടിയിണക്കാൻ പോവുകയാണ്. വായനക്കാരെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, എങ്ങനെയാണ് ഭഗവാൻ കൂട്ടിയിണക്കാൻ പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പോടു കൂടിയാണ് മാസ്റ്റർ മഹാശയൻ തൻ്റെ ഈ വചനാമൃത രചന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ വരാൻ പോകുന്നതിനെ മുൻകൂട്ടി പറഞ്ഞ് നമ്മെ കൂടുതൽ ഉത്സുകരാക്കിക്കൊണ്ടിരിക്കുകയാണ് മാസ്റ്റർ മഹാശയൻ. എന്നിട്ട് മാസ്റ്റർ തുടർന്നൊരു ഒരു വിശേഷണം കൊടുക്കുന്നുണ്ട്. അതായത് മാസ്റ്റർ മഹാശയൻ ഈ 2 കുട്ടികളെ തമ്മിൽ കൂട്ടിയിണക്കും എന്ന് പറഞ്ഞിട്ട് അടുത്തു കൊടുക്കുന്ന ഭഗവാന് നൽകുന്നൊരു വിശേഷണമുണ്ട്. അദ്ദേഹം സർവഭൂതഹിതേരഥനല്ലയോ. അത് മാസ്റ്റർ മഹാശയൻ ആഡ് ചെയ്തതാണ് അവിടെ. അതായത് ഈ 2 കുട്ടികളെ ഇനി കൂട്ടിയിണക്കും എന്ന് പറഞ്ഞിട്ടൊരു കോമയിട്ടിട്ട് മാസ്റ്റർ മഹാൻ സ്വയം ആത്മഗതം പോലെ പറയുകയാണ് നമ്മളോട്. അദ്ദേഹം ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ സർവഭൂതഹിതേരഥനല്ലയോ. സർവപ്രാണികളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനല്ലയോ ഈ ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനാണ് ഈ വിജയകൃഷ്ണ ഗോസ്വാമിയെയും കേശവചന്ദ്രൻ, ഈ 2 പേരുടെയും ഹിതം എന്താണോ ആ 2 പേരുടെയും ഹിതത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. അല്ലാതെ 2 പേരെയും തമ്മിൽ കൂട്ടിയിണക്കുക എന്ന് പറയുമ്പോൾ ഈ 2 പേരുടെ ഹിതത്തിനും അനുസരിച്ച്. അതുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ ഒരു കോമ ഇട്ടിട്ട് ആ ഒരു വാക്കുകൂടെ എഴുതിയത്. അത് ഗീതയിൽ നിന്ന് എടുക്കുന്ന വാക്കാണ്. സർവഭൂത ഹിതേരഥനല്ലയോ എന്ന് മാസ്റ്റർ മഹാശയൻ എടുത്തത്. അപ്പം ഗീതയിൽ 2 അധ്യായങ്ങളിൽ ഈ പ്രയോഗമുണ്ട്. ഗീതയുടെ 2 അധ്യായങ്ങളിലാണ് ഈ സർവഭൂത ഹിതേരഥനല്ലയോ, സർവഭൂത ഹിതേരഥൻ എന്നുള്ള പ്രയോഗം വരുന്നത് ഗീതയിൽ 2 അധ്യായങ്ങളിലാണ്. അതാണ് ഭക്തിയോഗത്തിലും ജ്ഞാനയോഗത്തിലും. അപ്പോൾ സർവഭൂത ഹിതേരഥാഹ എന്നുള്ള ഈ പ്രയോഗം അധ്യായം 12 4-ാം ശ്ലോകം, അതുപോലെ അധ്യായം 5 25-ാം ശ്ലോകം. ഇങ്ങനെ 2 ശ്ലോകങ്ങളിലാണ്, അധ്യായം 12-ലും അധ്യായം 5-ലും. 12 ഭക്തിയോഗത്തിൻ്റെ ഭാഗമാണ്, 5
ജ്ഞാനയോഗത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അധ്യായം 5-ലും 12-ലും ഈ ശ്ലോകം, അതായത് സർവഭൂത ഹിതേരതാഹ എന്ന് പറയുന്ന ആ ഭാഗം മാസ്റ്റർ മഹാശയൻ കോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മാസ്റ്റർ മഹാശയൻ ഇവിടെ 5 മാത്രമേ കോട്ട് ചെയ്യുന്നുള്ളൂ, 12 കോട്ട് ചെയ്യുന്നില്ല. പക്ഷെ അതിൻ്റെ 12ൻ്റെ കൂടെ ചേർത്താണ് പറയുന്നതെന്ന് മാത്രം. അപ്പോൾ 12-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകം, അതാണ് ഈ നൗകാവിഹാരത്തിലെ 6-ാം അധ്യായം തുടങ്ങുമ്പോൾ ഗീതയുടെ 12-ാം അധ്യായം 4-ാം ശ്ലോകമാണ് ആ നൗകാവിഹാരം എന്ന ഭാഗത്തിലെ 6-ാം അധ്യായം തുടങ്ങുമ്പോൾ മാസ്റ്റർ മഹാശയൻ എഴുതി ചേർത്തത്. സർവപ്രാണികളുടെയും ഹിതത്തിൽ താല്പര്യമുള്ളവനാണല്ലോ ഭഗവാൻ എന്ന അർത്ഥത്തിൽ മാസ്റ്റർ മഹാശയൻ ഈ ഗീതാ ശ്ലോകം ഇവിടെ ചേർത്ത് വെച്ചു. കാര്യം ഇവരുടെ രണ്ടുപേരുടെയും ഈ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തത്. എന്താണ് ചെയ്തത്? ഈ അധ്യായം തുടങ്ങുമ്പോൾ ഗീതാ ശ്ലോകത്തിൽ ചേർത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സന്നിയമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേപ സർവഭൂതഹിതേരതാഃ. സന്നിയമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരതാഃ. ഇതാണ് ആ 6-ാം അധ്യായത്തിൽ ആദ്യം എഴുതി കൊടുത്തത്. സന്നിയമ്യ ഇന്ദ്രിയഗ്രാമം, അതായത് ഇന്ദ്രിയഗ്രാമം, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ചേരുന്നത്, ആ കൂട്ടം, അതാണ് ഇന്ദ്രിയഗ്രാമം. സന്നിയമ്യ എന്ന് വെച്ചാൽ അതിനെ നിയന്ത്രിച്ചു നിർത്തുന്നവർ. ഈ ഇന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയത്തെയും ജ്ഞാനേന്ദ്രിയത്തെയും നിയന്ത്രിച്ചു നിർത്തുന്നവർ, അങ്ങനെ നിർത്തുന്നവരുണ്ട്. അവർ സർവത്ര സമബുദ്ധയ, എല്ലാത്തിലും ആത്മതത്വം ഒരുപോലെ ദർശിച്ചവരാണവർ. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്നവർ എല്ലാത്തിലും സർവത്ര സമബുദ്ധയ, ആത്മതത്വം ഒരുപോലെ ദർശിച്ചവരാണ്. എല്ലാ പ്രാണികളുടെയും ഹിതത്തിൽ തൽപരരായിട്ടുള്ളവരുമാണ്. തേ പ്രാപ്നുവന്തി മാമേവ, അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു. തേ പ്രാപ്നുവന്തി മാമേവ, അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ, അതായത് ഈ ഇന്ദ്രിയങ്ങളെ ഏകോപിപ്പിക്കുകയും അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് എല്ലാത്തിലും ആത്മതത്വം കണ്ടെത്തുന്നവരാണ് ഈ എല്ലാ പ്രാണികളുടെയും ഹിതത്തിൽ തൽപരരായിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവർ എന്നെ പ്രാപിക്കുന്നു എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. അപ്പം ഈ ശ്ലോകത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ടാണ് ഈ 6-ാം അധ്യായം ഭഗവാൻ മാസ്റ്റർ മഹാശയൻ ഇവിടെ എഴുതി ചേർക്കുന്നത്. എന്തിനാണ് അങ്ങനെ എഴുതി ചേർത്തത്? ഇത് തന്നെ ഗീതയുടെ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അതായത് ഗീതയുടെ 5-ാം അധ്യായത്തിൽ തുടക്കത്തിൽ അർജുനൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് ഭഗവാന്റെ ഈ നൗകാവിഹാരത്തിനിടയിൽ നമ്മൾ ആ സംഭാഷണത്തെ ഇവിടെ പറയുന്നില്ല, ആ സംഭാഷണം കൂടെ ചേർത്താണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സംഭാഷണം നമ്മൾ വചനാമൃതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ സംഭാഷണത്തിന് ഇടയിലുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗീതയുടെ 5-ാം അധ്യായത്തിൽ നിന്നെടുത്ത ഈ ഭാഗങ്ങൾ എന്തുകൊണ്ട് ചേർത്തു എന്ന് വെച്ചാൽ, ഈ ഗീത 5-ാം അധ്യായത്തിൽ അർജുനൻ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം: സന്യാസം കർമ്മണാം കൃഷ്ണ പുനരുജ്യോജ ചൗസസി യശ്രേയ ഏതയോരേകൻ തന്മേ ബ്രൂഹി സുനിശ്ചിത. ഇത് അല്ലയോ ഭഗവാനെ, അങ്ങ് കർമ്മത്തെ വിടാനും പിന്നെ കർമ്മങ്ങളെ ചെയ്യുവാനും ഒരേ സമയം പറയുന്നു. അങ്ങ് ഇത് രണ്ടും ഒരേ സമയം പറയുന്നു. ഈ രണ്ടിലും ഏതാണ് ശ്രേയസ്കരമെന്ന് ദയവായി പറഞ്ഞു തന്നാലും എന്ന് കൃഷ്ണൻ ചോദിക്കുന്നതിന് മറുപടിയായിട്ടാണ് ജ്ഞാനയോഗം 5-ാം അധ്യായത്തിൽ ഭഗവാൻ മുഴുവനായിട്ട് പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞു വരുന്നതിൽ ഇതിനുള്ള മറുപടിയായിട്ട് പറഞ്ഞ് ഉപദേശിച്ച് ഭഗവാൻ വരുന്ന ഭാഗത്താണ് 25-ാം ശ്ലോകമാണ് മാസ്റ്റർ മഹാശയൻ ഇവിടെ എടുത്തെഴുതിയത്. അതാണ് സർവഭൂത ഹിതേരതാഹ എന്ന പ്രയോഗം വരുന്നത് ഈ 25-ാം ശ്ലോകത്തിനിടയിലാണ്. അപ്പം കേശവനെയും വിജയനെയും 2 കുട്ടികളെ ഇണക്കുന്ന, അതായത് കേശവനെന്നും വിജയനെന്നും പറയുന്ന 2 കുട്ടികളെ ഇണക്കുന്ന ഭഗവാൻ സർവഭൂത ഹിതേരഥനല്ലയോ എന്ന് മാസ്റ്റർ സ്വയം ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ശ്ലോകം, ആ ഭാഗം പൂർണ്ണമായിട്ട് വരുന്നത്: ലഭന്തേ ബ്രഹ്മ നിർവാണം ഋഷയ ക്ഷീണ കൽമഷാഹ ഛിന്നദ്വൈധാ യഥാത്മാനസ് സർവഭൂത ഹിതേരതാഹ.
എന്നാണത് വരുന്നത്. ഈ ശ്ലോകം മാസ്റ്റർ വചനാമൃതത്തിൽ ഉദ്ധരിച്ചിട്ടില്ല. പക്ഷേ ഈ സർവഭൂതഹിതേ രഥാഹ എന്ന് പറയുന്ന ഈ ഭാഗം, ഈ രണ്ടാം ഭാഗം, ഞാനിപ്പോൾ പറഞ്ഞ ഈ രണ്ടാം ഭാഗം മാസ്റ്റർ മഹാശയൻ അതിനകത്ത് ഉദ്ധരിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഭഗവാൻ പറയുന്നതായിട്ടാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. എന്താണ് അത് നമുക്കൊന്ന് എടുത്ത് ചിന്തിച്ച് നോക്കാവുന്നതാണ്. എന്താണ് ഈ ഉദ്ധരിക്കാത്ത ഭാഗം, എന്തിനാണ് ഇത് പറഞ്ഞത്? ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ പറഞ്ഞ 25-ാം ശ്ലോകത്തിൽ പറഞ്ഞ ഭാഗം, ലഭന്തേ ബ്രഹ്മ നിർവാണം ഋഷയക്ഷീണ കൽമഷാഹ ഛിന്നദ്വൈത യഥാത്മാനസ് സർവഭൂതഹിതേരഥാഹ എന്ന് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ക്രിസ്തുമതവും ബ്രഹ്മസമാജവും പാപസിദ്ധാന്തവും എന്ന ഒരു തലക്കെട്ടിൽ ഇതിനകത്തൊരു അധ്യായം, 5-ാം അധ്യായം, ഈ ബോട്ട് യാത്രാ വിവരണത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ തലക്കെട്ട് ഇതാണ്. ഈ 5-ാം അധ്യായത്തിൻ്റെ, ഈ നൗകാവിഹാരത്തിൻ്റെ ഭാഗത്ത് 5-ാം അധ്യായത്തിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് ക്രിസ്തുമതവും ബ്രഹ്മസമാജവും പാപസിദ്ധാന്തവും എന്ന് പറയുന്ന ഒരു അധ്യായം നമുക്ക് കാണാം. അപ്പോൾ ഈ യാത്രാ വിവരണത്തിൽ നമ്മൾ കണ്ടത് ശ്രീരാമകൃഷ്ണദേവൻ അപ്പോൾ പറഞ്ഞത്, ബൈബിൾ സംബന്ധമായ ഒരു പുസ്തകം ഒരാൾ എനിക്ക് തന്നു. ബൈബിൾ സംബന്ധമായ ഒരു പുസ്തകം ഒരാൾ എനിക്ക് തന്നു. അത് വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ പറഞ്ഞു. അതിനകത്ത് മുഴുവൻ പാപം പാപം എന്നാണ് കൂടുതലായി കണ്ടത്. ബ്രഹ്മസമാജത്തിലും ഇത് തന്നെ, പാപം പാപം എന്നാണ് സദാ കേൾക്കുന്നത്. അപ്പം ഞാൻ പാപി എന്നൊരാൾ സദാസമയം പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുക? ഇത് ഈ ഭാഗം വചനാമൃതത്തിൽ പറയുന്നതാണ്. ആ അധ്യായത്തിൽ ക്രിസ്തുമതവും ബ്രഹ്മസമാജവും പാപസിദ്ധാന്തവും എന്ന അധ്യായത്തിൽ പറയുന്ന ഭാഗമാണ്. ഈ നൗകാവിഹാരത്തിനിടയിലെ 5-ാം അധ്യായം. അപ്പോൾ ഭഗവാൻ ഈ പറഞ്ഞത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ സർവഭൂതഹിതേരഥനല്ലയോ എന്ന് പറഞ്ഞത്. അതിൽ ഈ നേരത്തെ 25-ാം ശ്ലോകം ഉദ്ധരിക്കുന്നതിന്, അല്ലെങ്കിൽ അതുകൂടെ ഉൾപ്പെടാൻ കാരണം, അത് ഈ സർവഭൂതഹിതേരഥൻ എന്നുള്ള 2 ശ്ലോകങ്ങളെയും കൂട്ടിയിണക്കുന്നുണ്ട്. ആ 2 ശ്ലോകങ്ങളെയും ഈ ഒറ്റ വാചകം തന്നെ, ഈ ഒറ്റ സ്റ്റാൻസ തന്നെ കൂട്ടിയിണക്കുന്നുണ്ട്. അപ്പം അത് ഈ പറഞ്ഞ ഈ ബൈബിൾ സംബന്ധമായ ആ വിഷയത്തെ, അതായത് പാപസിദ്ധാന്തത്തെ ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നതാണ്. എന്തിനാണത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഭഗവാൻ ലഭന്തേ ബ്രഹ്മ നിർവാണം ഋഷയ ക്ഷീണ കൽമഷ, ഇതാണ് ബൈബിളിൽ, ഗീതയിൽ അത് വരുന്നത്. ഋഷയ, അതായത് ഈ ഋഷിമാർ അല്ലെങ്കിൽ ജ്ഞാനികൾ, ക്ഷീണ കൽമഷാഹ, പാപം നശിച്ചവരാണ്, ഛിന്നദ്വൈത, സംശയങ്ങളില്ലാത്തവരാണ്, യഥാത്മാന, ബാഹ്യാന്തകരണങ്ങളെ ഒതുക്കി നിർത്തിയവരാണ്. അങ്ങനെയുള്ളവരാണ് സർവഭൂതഹിതേരഥാഹ, സർവപ്രാണികളുടെയും ഹിതത്തിൽ താല്പര്യമുള്ളവരായ ഈ ജ്ഞാനികൾക്ക് എന്താണ് ലഭിക്കുന്നത് ബ്രഹ്മാനന്ദം. ഇതാണ് ഭഗവാൻ ആ അധ്യായത്തിൽ പറയുന്നത്. നോക്കൂ, ഇത് എത്ര അഗാധമായ ഒരു ആഴത്തിലുള്ള ഗീതാശ്ലോകങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ജ്ഞാനയോഗത്തെയും ഭക്തിയോഗത്തെയും കൂട്ടി ഇണക്കിക്കൊണ്ട് ഭഗവാൻ എത്ര കൃത്യമായിട്ടാണ് ഈ ബ്രഹ്മസമാജ അംഗങ്ങൾക്ക് മുമ്പിൽ ആ സത്യത്തെ വെളിപ്പെടുത്തുന്നത്. നമ്മൾ അതിനകത്തെ സംഭാഷണ ഭാഗങ്ങൾ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത് നമുക്ക് വചനാമൃതത്തിൽ വായിക്കേണ്ടതാണ്. വായിക്കുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റൂടെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കുമ്പോഴാണ് ഭഗവാൻ എത്ര ആഴത്തിലാണ് ഈ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നതെന്നുള്ളത്. കാരണം വചനാമൃതത്തിൻ്റെ തുടക്കമാണിത്. 5-ാം ഭാഗം എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ, 1-ാം വോള്യത്തിൻ്റെ ഈ 5-ാം ഭാഗത്തിൽ തന്നെ ഭഗവാൻ എങ്ങനെയാണ് തൻ്റെ അവതാര ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ട ശ്രമം നടത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് ഭഗവാൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പ്രകടമാക്കുന്ന ഒരു അധ്യായം കൂടിയാണ് ഈ നൗകാവിഹാരം എന്ന് പറയുന്നത്. അത് ഒന്നല്ല, ഒരുപാട് തവണ ആവർത്തിച്ച് വായിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. ഇതാണ് ഭഗവാൻ കേശവനോട് പറയുന്നത്. നോക്കൂ, ഈ കേശവൻ ഇവരും തമ്മിലുള്ള, അതായത് വിജയനും കേശവനും തമ്മിലുള്ള ആ വഴക്കിനെ ഇത്രയും വലിയ ബ്രഹ്മാണ്ഡമായ തത്വസംഹിതകളെ വളരെ ലളിതമായി അവതരിപ്പിച്ചുകൊണ്ട് എത്ര ലളിതമായിട്ടാണ് ഇവർ തമ്മിലുള്ള ആ സ്പർദ്ധയെ ഭഗവാൻ കൃത്യമായി ആ സ്പർദ്ധയെ ഉരുക്കിക്കളയാനായിട്ട്, അവരുടെ ആ ഉള്ളിലുള്ള കന്മഷഭാവത്തെ ഉരുക്കിക്കളയാനായിട്ട് ഭഗവാൻ എത്ര കൃത്യമായിട്ടാണ് ഈ ഭാഗത്ത്
ഉപയോഗിക്കുന്നത്. അപ്പോൾ കേശവനോടും വിജയനോടും ഭഗവാൻ ഈ നൗകാവിഹാരത്തിൽ അവരെ പരസ്പരം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുപാട് തമാശകൾ പറയുന്നത് നമുക്ക് കാണാം. നമുക്ക് എത്രയോ ആഴത്തിലുള്ള ആധ്യാത്മിക വിഷയങ്ങളെ മുന്നോട്ട് വച്ചിട്ട് വളരെ ലളിതമായ തമാശയിലൂടെ ഭഗവാൻ ആ സന്ദർഭത്തെ ലഘൂകരിക്കുകയും ചെയ്യുന്നുണ്ട്, അതേസമയം ആഴത്തിൽ അതിൻ്റെ ആ വലിപ്പത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് രീതിയിലാണ് ഭഗവാൻ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒഴിവാക്കുന്ന ഭാഗത്ത് ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വഴക്ക്, അതായത് കേശവനും നമ്മുടെ വിജയനും തമ്മിലുള്ള വഴക്കെന്ന് പറയുന്നത് ശിവനും രാമനും തമ്മിലുള്ള വഴക്ക് പോലെയാണ്. അപ്പോൾ ശിവനും രാമനും തമ്മിലുള്ള വഴക്കെന്ന് പറയുമ്പോൾ ശിവൻ ഗുരുവും രാമൻ ശിഷ്യനുമാണ്. അപ്പോൾ ഇവർ തമ്മിൽ യുദ്ധമുണ്ടായി. മഹേശ്വരനും ശ്രീരാമനും തമ്മിൽ യുദ്ധമുണ്ടായി. പിന്നെ അവർ തമ്മിൽ യോജിപ്പുണ്ടായി. പക്ഷേ ശിവൻ്റെ ഭൂതഗണങ്ങളും രാമൻ്റെ വാനരസേനയും തമ്മിലുള്ള വഴക്കും കടിപിടിയും പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ബ്രഹ്മസമാജത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഭഗവാൻ വളരെ എത്ര ആഴത്തിലാണ് കളിയാക്കുന്നതെന്നത് കേൾക്കുന്നവർക്കേ ബോധ്യപ്പെടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ രണ്ട് യോജിപ്പിലെത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ വലിയ പ്രശ്നമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ പ്രശ്നം അതല്ല, നിങ്ങൾ രണ്ടുപേരുടെയും അനുയായികൾ, അതെങ്ങനെ ശിവൻ്റെ ഭൂതഗണത്തെ പോലുള്ള അനുയായികളും രാമൻ്റെ വാനരസേനയെ പോലുള്ള ചുറ്റും നിൽക്കുന്ന, അപ്പോൾ ചുറ്റും അവരൊക്കെ ഉണ്ടല്ലോ, ഈ അനുയായികൾ തമ്മിലുള്ള കടിപിടി ഇതുവരെ തീർന്നിട്ടില്ല. അത് ആളുകൾ ഇത് ഇത് കേൾക്കുന്നവരങ്ങ് നോക്കൂ, പ്രബലമായ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഇന്നത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഇന്ന് ഇതേപോലുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഇത്രയും രൂക്ഷമായ ഒരു സ്പർദ്ധയോടുകൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തെ ഭഗവാൻ എത്ര രസകരമായിട്ടാണ് അവരെ തമ്മിൽ കൂട്ടിയിണക്കുന്നത്. നമ്മൾ ഇന്നത്തെ ലോകത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന ഈ തരം വിഭാഗീയ ചിന്തകൾ വച്ചു പുലർത്തുന്ന വിഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു. അങ്ങോട്ട് കടിയും പിടിയും വഴക്കും വെട്ടും കുത്തും എന്തെല്ലാമാണ് സംഭവിക്കുന്നത്. അതിനെ ഭഗവാൻ എത്ര കൃത്യമായിട്ടാണ് ഈ ഭാഗത്തത് ഭഗവാൻ അതിനെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഇത് വായിക്കുന്നതോടുകൂടി നമ്മൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ നിഷ്ഫലത, അല്ലെങ്കിൽ ആ സ്പർദ്ധ നിലനിർത്തുന്നത് കൊണ്ടുണ്ടാകുന്നതിൻ്റെ എന്താ പറയുക, ആ ഒരു മോശം അവസ്ഥയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഇതിനപ്പുറം ഒന്നും വേണ്ട. അത്ര കൃത്യമായിട്ടാണ് ഭഗവാൻ ഇത് ഇവിടെ ചേർന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടാണ് ഭഗവാൻ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഇതിൻ്റെ ഈ പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഭഗവാൻ രസകരമായ 2-3 കഥയും പറയുന്നുണ്ട്. ലവൻ്റെയും കുശനും രാമനും തമ്മിലുള്ള യുദ്ധം, അത് നോക്കുക, അച്ഛനും മക്കളും തമ്മിലുള്ള യുദ്ധമാണ് അവിടെ. പിന്നെന്താണ്, വൃന്ദാവനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ലീലയാടുമ്പോൾ ജഡിലനും കുടിലനും എന്ന് പറഞ്ഞ് 2 പേരെ കൂടെ അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ആ കളിയിൽ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ലോകത്ത് രസമുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഇല്ലാത്തൊരു ലോകം മഹാബോറാണ്. ഇതൊക്കെ വേണം, പക്ഷേ ഇത് തിരിച്ചറിയാനും പറ്റണം. അപ്പോൾ ആ തരത്തിൽ നിങ്ങൾ ഇത് തിരിച്ചറിയാൻ വേണം. ഇത് മഹാബോറാണെന്ന് മനസ്സിലാവുകയും വേണം, പക്ഷേ ഇതൊക്കെ വേണം. ഇത് ഉള്ളപ്പോഴേ ഇതിന് സുഖമുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നിലനിർത്തണം എന്നുള്ള ഉപദേശമാണ് ഈ നൗകാവിഹാരത്തിനിടയിൽ ഭഗവാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര ഗഹനമായൊരു വിഷയത്തെ എത്ര രസകരമായിട്ടാണ്. അത് മാസ്റ്റർ മഹാശയൻ അത് കണ്ടറിഞ്ഞാണ് ഇതിൻ്റെ ഗഹനതയെ ബോധ്യപ്പെടുത്താൻ ഗീതാവാക്യങ്ങൾക്ക് കൊണ്ട് മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ ഇത് എത്ര പേജ് എഴുതണം. രംഗനാഥൻ സ്വാമി ഇതിൻ്റെ വിശദീകരണം എഴുതിയിട്ടുണ്ട്. പേജുകളാണ് എഴുതിയിരിക്കുന്നത്, പേജുകളാണ്. ഗീതയെ തന്നെ എടുത്തിട്ട് അത് എഴുതിയിരിക്കുന്നത് പേജുകളാണ്. അതാണ് മാസ്റ്റർ മഹാശയൻ ഒരു 2 വരിയിൽ ഒതുക്കിയിരിക്കുന്നത്. ഭഗവാൻ 2 വരിയിൽ ഇത് പറഞ്ഞിട്ടുള്ളൂ. മാസ്റ്റർ മഹാശയൻ ആ വൈപുല്യത്തെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാൻ അത് എന്താണ് സ്പോട്ട്ലൈറ്റ് നമുക്ക് അടിച്ചു തന്നിരിക്കുകയാണ്. ഇനി നമ്മളാണ് അത് അന്വേഷിച്ച് പോകേണ്ടത്. ആ ഗീതയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് ഈ അധ്യായത്തിൽ എങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നതെന്നും അത് നമ്മൾ മനനം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്, ഗൃഹസ്ഥാശ്രമികളുടെ കടമയാണ്. എങ്കിൽ മാത്രമേ ഈ നൗകാവിഹാരത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കതിനുള്ള ഒരു ഫലം കിട്ടുകയുള്ളൂ. അതാണ് ഇതിനകത്തെ ഈ നൗകാവിഹാരത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇതൊരു നമ്മുടെ ലോകക്രമത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ നൗകായാത്ര. അത് വായനയിലൂടെ 1, 2 അല്ല, നിരവധി തവണ വായനയിലൂടെ ആ അധ്യായങ്ങൾ, ഈ നൗകായാത്ര പൂർണ്ണമായും നമ്മൾക്ക്, അതായത് ദക്ഷിണേശ്വരം മുതൽ സഞ്ചരിച്ച് ഇവിടെ കൽക്കട്ടയിൽ വന്ന് ഇറങ്ങി ഇരുവരും പിരിയുന്നത് വരെയുള്ള, ഭഗവാൻ ഈ നൗകയിൽ നിന്ന് ഇറങ്ങി കുതിരവണ്ടിയിൽ കയറി പോകുന്നത് വരെയുള്ള ആ ഭാഗം
മനനം ചെയ്യുമ്പോൾ മാത്രമാണ്, ഗീത മനനം ചെയ്യുന്ന പോലെ നമ്മളിത് മനനം ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ലോകക്രമത്തിൽ എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് എത്ര ലളിതമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്തിൻ്റെ ഏറ്റവും വലിയ മഹത്തരമായ ഒരു അംശം. ഈ നമ്മുടെ വചനാമൃത വായന നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തരമായ ചില സന്ദർഭങ്ങളാണിത്. അത് ഒരു ചെറിയ തോതിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിൽ ഉള്ളടക്കം ചെയ്ത വിഷയത്തിൻ്റെ ഗഹനതയെ എനിക്ക് പറ്റാവുന്ന തരത്തിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. ബാക്കി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. എങ്ങനെ നമുക്ക് കഴിവുള്ളിടത്തോളം ഈ ഒരു അധ്യായത്തെ നമ്മുടെ ഒരു അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പോകാൻ പറ്റിയാൽ അത് നമുക്ക് സ്വയം നൽകുന്ന ഉൾവെളിച്ചം, ഇന്നത്തെ കാലത്തുണ്ടാകുന്ന ഡിപ്രഷൻസ്, മറ്റു തരത്തിലുള്ള നമുക്ക് ബോധതലത്തിലുണ്ടാകുന്ന എല്ലാ ഈ പ്രശ്നങ്ങൾക്കും എല്ലാം പരിഹാരമാണ് ഈ ഒരൊറ്റ അധ്യായം കൊണ്ട് തീരുന്നത്. വിജയനെയും കേശവനെയും പോലുള്ള രണ്ട് കഥാപാത്രങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു യുദ്ധം നടക്കുന്ന അവസ്ഥയാണ് ഈ വിജയനും അതേപോലെ കേശവനും. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്കിത് ബോധ്യപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ നമ്മൾ നേരിടുന്ന നമ്മുടെ മാനസികാവസ്ഥയെ ലഘൂകരിക്കാൻ നമുക്ക് കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ സർ. നമസ്തേ. കണ്ണു നിറഞ്ഞുപോയി ശരിക്കും. അത്ഭുതകരമായിട്ടുള്ള എക്സ്പ്ലനേഷൻ. വളരെ ഇത്രയും നമ്മള് കുറച്ചൊക്കെ ഇതൊന്നും ഇത്രയും നമ്മളങ്ങോട്ട് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത്. അതെ, സർവഭൂത നമസ്കാരം. നന്ദി. വളരെ സന്തോഷം. അതെ വായിച്ചാലും ഒരാൾ വിശദീകരിക്കും. അതെ, അല്ല ആവർത്തന വായനയിൽ ഇത് സ്വയം ബോധ്യപ്പെടും. നമ്മൾ ഈ ആവർത്തന വായന വരുന്തോറും നമുക്കിത് ബോധ്യപ്പെടും. അത് നമ്മൾ അടയാളപ്പെടുത്തി വായിക്കുകയാണെങ്കിൽ ഇത് അറിയാതെ അത് ഭഗവാൻ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും. അത് ഓരോ തവണയും കൂടുതൽ ബോധ്യപ്പെടുത്തും. ഈ കണ്ണു വെച്ചല്ലേ കാണാൻ പറ്റുള്ളൂ. ഇത് വെച്ചാണ് നമ്മൾ ഇനി അടുത്ത് വായിക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്നതല്ല. അതെ മനസ്സിൽ പതിയും. എന്നോട് മനസ്സിൽ പറയുന്ന പോലെയാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ അവിടെ ആയിരുന്നല്ലോ. ഇതുവരെ നമ്മൾ നൗകായാത്രയിലായിരുന്നു. അതെ തീർച്ചയായും. അതെ, എനിക്ക് ഇവിടെ നമ്മൾ പറയുമ്പോൾ നമ്മളത് ഇവിടെ നൗകായാത്ര ചെയ്തതാണ്. അത് നൗകായാത്ര എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു നൗകായാത്ര സംഘടിപ്പിച്ചതെന്ന് തോന്നുന്നു നമ്മളിവിടെ. മനസ്സിലാക്കിയിരുന്നില്ല. അല്ല അതെ വിചാരിച്ചുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ കൂടുതൽ നല്ലോണം മനസ്സിലായത് കാര്യങ്ങൾ. അല്ല വീണ്ടും ഒരു നൗകായാത്ര വരുമ്പോൾ കൂടുതൽ നമ്മൾ അതിൻ്റെ ബോധ്യതലത്തിലേക്ക് മാറും. അതാണ് അതിനകത്ത് കാര്യം. നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രായം, അതായത് 60+ എന്നൊക്കെ പറയുന്ന ഭാഗത്ത് എത്തുമ്പോഴേക്കും ഒരുപാട് പേർക്ക് ഡിപ്രഷൻ ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് ആളുകൾ. സംശയമൊന്നുമില്ല കാര്യത്തിൽ. അതിന് എത്രമാത്രം ഒരു മറുമരുന്നാണ് വചനാമൃതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് അത്ഭുതകരമാണ്. ഒരു വിഷമവും നമുക്ക് വരില്ല. സമാനം ഗീതയും അതെ, ഒരു വിഷമവും വരില്ല. നമുക്കൊരു മരുന്ന് ആവശ്യമില്ല, നമുക്കൊരു ഡോക്ടറെയും കാണണ്ട. ഇത്രയും സുന്ദരമായിട്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശക്തിപ്പെടുത്തുന്ന വേറെ ഒന്നുമില്ല. അത് ഗംഭീരമാണ്. ഞാനത് ദിവസവും അനുഭവിക്കുന്നുണ്ട്. ഞാൻ വളരെ അനുഭവിക്കുന്നുണ്ട്. ലോകക്ര അതെ വളരെ ഇതാണ്. നമ്മുടെ മരുന്നുകളെല്ലാം മാറ്റിവെക്കാൻ പറ്റും. അതെ വേലൂർ മഠത്തിനെ പറ്റി ആലോചിക്കാറില്ല. ദക്ഷിണേശ്വരത്താണ് എപ്പോഴും അതുകൊണ്ട് അവിടുത്തെ ആ ഗംഗയും അവിടുത്തെ പൂക്കളുടെ മണവും അതൊക്കെ ആസ്വദിച്ച് പൂക്കളൊക്കെ എല്ലാവർക്കും വെച്ച് നമ്മൾ അവിടെ തന്നെ നിന്നോണ്ട് അത് കഴിഞ്ഞാണ് നാമം ജപിക്കുന്നത്. അപ്പൊ തന്നെ കൊറേ നേരം അതുമായിട്ട് ഇങ്ങനെ നമസ്തേ. നാമം ചെയ്യും.
ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി സ്ഥാപകായ